കൊച്ചി മെട്രോയിൽ തിരക്കുണ്ട് എന്ന് പറയുന്നവർ കൊൽക്കത്ത മെട്രോ ഒന്ന് കാണണം. ഹൗറ ബ്രിഡ്ജ് കാണാൻ ഇറങ്ങിയ ഞങ്ങളുടെ പ്ലാൻ മെട്രോയിലെ അന്തം വിട്ട തിരക്ക് കാരണം ആകപ്പാളി. തിരക്ക് കാരണം MG റോഡിൽ ഇറങ്ങാനേ പറ്റിയില്ല. അടുത്ത സ്റ്റേഷനിൽ പോയി തിരിച്ചു വരേണ്ടി വന്നു. പക്ഷേ ദാസനും വിജയനും പറയുന്ന പോലെ എല്ലാത്തിനും അതിൻ്റേതായൊരു സമയമുണ്ട്. അങ്ങനെ വഴിതെറ്റി കൊളോട്ടോല സ്ട്രീറ്റിലൂടെ നടക്കുമ്പോഴാണ് റൂഹി പെട്ടെന്ന് ആ ബോർഡ് കണ്ടു നിന്നത്. ഈ തിരക്കിൻ്റെ നടുവിലാണ് ഞങ്ങളത് കാണുന്നത്. ജാദിദ് ഇസ്ലാമിയ ഹോട്ടൽ. ഞങ്ങളുടെ പ്ലാനിലേ ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു അത്. പക്ഷേ ഇത് കണ്ടതും റൂഹിയുടെ ഓർമ്മകൾ ഓരോന്നും തിരിച്ചു വന്നു. 1932. I heard from my grandfather this hotel. 1932. ഉസ്താദ് ഹോട്ടൽ മൂവിയിൽ തിലകൻ പറയുന്നത് പോലെ ഭക്ഷണത്തിൻ്റെ ഉള്ളിലെ മുഹബത്ത് ഞാൻ ആദ്യമായിട്ട് ഇന്ന് കണ്ടു. റൂഹിക്ക് 6 വയസ്സുള്ളപ്പോഴാണ് അവളുടെ അച്ഛൻ മരിക്കുന്നത്. പിന്നീട് അവളുടെ വലിയച്ഛനായിരുന്നു അവൾക്ക് എല്ലാം. കൊൽക്കത്തയിൽ ബിസിനസ് ചെയ്തിരുന്ന അദ്ദേഹം കൊച്ചു റൂഹിക്ക് പറഞ്ഞു കൊടുത്തിരുന്ന കഥകളിലെ പ്രധാന ഇടമായിരുന്നു ഈ റെസ്റ്റോറൻറ്റ്. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ മുന്നിലെത്തുന്നത്. മൺചൂലയിൽ പാകം ചെയ്യുന്ന ഭക്ഷണത്തിൻ്റെ മണവും ആ പഴയ കാലത്തെ കഥകളും കേട്ട് വളർന്ന റൂഹിക്ക് ഇതൊരു സ്വപ്ന സാക്ഷാത്കാരം പോലെയായിരുന്നു. The shop name is Smile, and this is authentic Kolkata Mughlai cuisine, in which you can have here a breakfast. And I heard from my grandparents that they used to come here for breakfast, and it's quite reasonable. And at the same time, it's quite traditional because the food is cooked in mud. They have mud chula. And it is quite old shop. It is started in 1932 or something. So you must visit. എൻ്റെ ചായ അടിച്ചോണ്ടിരിക്കുക എന്തോ വന്നിട്ടുണ്ട്. ഇവിടുത്തെ താരം നിഹാരിയാണ്. മണിക്കൂറോളം വേവിച്ചെടുക്കുന്ന ആ ഇറച്ചിക്കറി ഒരു വികാരം തന്നെയാണ്. പക്ഷേ എല്ലാ ദിവസവും മാറുന്ന മെനു ആയതുകൊണ്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് ബീഫ് ചാപ്പും പിന്നെ കൊൽക്കത്തയുടെ സ്വന്തം കൊഫ്ത ബിരിയാണിയുമാണ്. ചാപ്പിലെ ലിവർ ഇല്ല. അപ്പം നമ്മളും ചാപ്പ് കഴിക്കും. റൊട്ടിയിൽ പൊതിഞ്ഞെടുത്ത ചാപ്പ് ഒരു രക്ഷയില്ലായിരുന്നു. What is that? Chunni? This looks like dahi misti doi. എന്തോ മധുരമുള്ള സാധനം തോന്നുന്നു. കൊൽക്കത്തയിലെ മിഷ്തി ദോഴിയായിരുന്നു എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡെസേർട്ട്. പക്ഷെ ഇപ്പൊ കഴിക്കുന്ന ഈ തണുത്ത ഫിർണി ആ ലിസ്റ്റിലെ ഏറ്റവും മുകളിലെ സ്ഥാനം. ദ കൊൽക്കത്ത ബിരിയാണി. What is this? Kofti means? Kofta pulao. Meatball. Oh, meatball pulao. What do you call this thing? ഫിർണി. ഒരു മധുരമുള്ള എന്തോ സാധനം. അപ്പോൾ നല്ല രസമുണ്ട്. റൊട്ടി, ലിവർ, സാധാ. വാട്ട് വാസ് ദിസ്? ചാപ്പ്. യെസ്, മീറ്റ് ചാപ്പ്. ദാറ്റ്സ് ഇറ്റ്. ഇതിനെല്ലാം കഴിക്കട്ടെ. പുറത്തുനിന്നുള്ള ഒരാൾക്ക് ബിരിയാണിയിൽ ഉരുളൻകിഴങ്ങ് കണ്ട ഒന്നും മനസ്സിലാവില്ല. പക്ഷേ ഈ നാട്ടുകാർക്ക് ഉരുളൻകിഴങ്ങില്ലാതെ ബിരിയാണി പറ്റൂല. ഇതിൻ്റെ കഥ എന്താണെന്നറിയോ? അറിയാമെങ്കിൽ കമൻറ്റിൽ പറയുക. 1856 അയോധ്യയിലെ നവാബ് വാജിദ് അലി ഷാ കൊൽക്കത്തയിലേക്ക് നാട് കടത്തപ്പെട്ടപ്പോൾ തൻ്റെ കൂടെ വന്നവർക്കെല്ലാം ഭക്ഷണം നൽകാൻ ഖജനാവിൽ പണമോ അടുക്കളയിൽ ഇറച്ചിയോ ഇല്ലാത്ത അവസ്ഥ വന്നു. ഈ സമയത്ത് ഇറച്ചിയോളം വിലപിടിപ്പുള്ളതായിരുന്നു പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന ഉരുളക്കിഴങ്ങ്. രാജകീയ പ്രൗഢി നിലനിർത്താൻ പാചകക്കാർ ഇറച്ചിയോടൊപ്പം ഉരുളക്കിഴങ്ങ് ചേർത്തു. അങ്ങനെയാണ് ഇന്നത്തെ കൊൽക്കത്ത ബിരിയാണിയുടെ ജന്മം. ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഫിർണി എന്നാണ് പറയുന്നത്. അതെനിക്ക് വല്ലാണ്ടെങ്കിൽ ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ട്. അതായത് ഒരുമാതിരി ഒരു പായസം പോലത്തെ കൺസിസ്റ്റൻസി. ഇതിൻ്റെ ഉള്ളിലോട്ട് നോക്കി നൈസ്. ഫിർണി തണുപ്പാണ്.
നല്ലൊരു വൃത്തിയുള്ള കൺസിസ്റ്റൻസിയിലുള്ള ആവശ്യത്തിന് മധുരം. You like it? For dessert. Yeah. Without this wedding is not complete. ആ കറിയും ചോറും വെച്ചപ്പോൾ പൊളിയായിട്ടുണ്ട്. കളർ പരിപാടിയാണ് ഇത്. ഓരോ ദിവസവും ഓരോ സ്പെഷ്യൽ ബിരിയാണിയാണ്. ഇവിടുത്തെ നിഹാരി ഭയങ്കര സ്പെഷ്യൽ. അത് എല്ലാ ദിവസവും അല്ല. ठीक है भैया मिलेगा. नाइस मीटिंग यू. केरला से. ठीक है. नाम क्या है भैया आपका? सिकंदर. नाइस मीटिंग यू सिकंदर जी. मिलेगा फिर. ഇവിടെ ബിരിയാണി ഒക്കെ ഇവിടെ സ്പെഷ്യൽ. आपका मेनू कहाँ भैया? मेनू कहाँ गए? ഓരോ ദിവസവും ഓരോ സ്പെഷ്യൽ ബിരിയാണിയാണ്. ഇന്ന് ഫ്രൈഡേ. ബീഫ് കൊഫ്തി ബിരിയാണിയാണ് ഇന്നത്തെ സ്പെഷ്യാലിറ്റി. ഫുഡ് അടിപൊളിയായിരുന്നു. മെനു അതിലും പൊളി. പോരാങ്ങിട്ട് പോക്കറ്റ് കീറാത്ത പ്രൈസിങ്ങും. പോയി റൂഹി എന്തിനെയോ തിരയുന്ന പോലെ തോന്നി. തൊട്ടടുത്തുള്ളത് 102 വർഷം പഴക്കമുള്ള ഹാജി അലാവുദ്ദീൻ സ്വീറ്റ് ഷോപ്പാണ്. റൂഹിയുടെ വലിയച്ഛൻ വീട്ടിലേക്ക് എന്നും കൊണ്ടുപോയിരുന്ന ആ പഴയ പലഹാരങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട്. ഞങ്ങളും മേടിച്ച് കുറച്ച് പലഹാരങ്ങൾ ഫ്രണ്ട്സിനും കൊളീഗ്സിനും കൊടുക്കാൻ. കാരണം ഇവിടെ നിന്ന് ആരും വെറും കൈയോടെ പുറത്തു പോകാറില്ല. What did you ask? Afla? Which is Aflatun? This is Aflatun. Okay, ask him how much days it will last? പേര് പോലെ തന്നെ രാജകീയമാണ് അഫ്ലാത്തൂൻ. കോവയും റവയും പഞ്ചസാരയും ശുദ്ധമായ നെയ്യിൽ ലയിച്ചു ചേർന്ന് ധാരാളം അണ്ടിരിപ്പരിപ്പും മുന്തിരിയും കൊണ്ട് സമ്പന്നമായ ഒരു രാജകീയ മധുരം. ഏറെക്കാലം കേടാകാതെ നിൽക്കുന്നതുകൊണ്ട് റൂഹിയുടെ വലിയച്ഛൻ എല്ലാവർക്കുമായി എന്നും വാങ്ങിയിരുന്ന പ്രിയപ്പെട്ട മധുരമായിരുന്നു ഇത്. ഇന്ന് ഹാജി അലാവുദ്ദീനിൽ നിന്നും ഞങ്ങൾക്കായി ഇത് പാക്ക് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ജനത്തിന് എത്രയോ മുൻപേ തുടങ്ങിയ ഒരു കുടുംബ പാരമ്പര്യം കൈമാറി കിട്ടുന്നത് പോലെ തോന്നി. That one. This is called Aflatun. Aflatun. Sounds like a person's name, or like sounds like a sentence in Hindi. I have to pluck it from here. Oh, this is nice. This tastes like that Poland wala sweet, right? നമ്മുടെ മറ്റേ പോളണ്ട് മിഠായില്ലേ, ക്രീം ഫഡ്ജ്, ഏകദേശം അതിൻ്റെ ടേസ്റ്റ് അത്. ആർക്കറിയാം, മേ ബി അവരിവിടുന്ന് കോപ്പി അടിച്ചുകൊണ്ട് പോയതായിരിക്കാം. This is super. This is like that thing. You used to make this thing, right? This is the laddu which my grandfather brings for me. Your laddu which grandfather used to bring. This and this both. Acha. This is the mawa laddu. Mawa laddu. Nice, but I like this more. This is better. I will buy this too. Now try this one. What is that? वो क्या है भैया? वो गोंद का लड्डू सॉरी, वो कितना दिन लास्ट करेगा? एक हफ्ता. अच्छा. Wait, some song is happening. എവിടെ പാട്ട്? भैया गाना कहाँ से आ रहा हो? हाँ हाँ, अच्छा. Welcome now. हाँ चेतन.
കൊള്ളാലോ. സ്പീക്കർ വെച്ച് പാട്ട് വെച്ച് കിടക്കുക. ആൾക്കാരപ്പോൾ പൈസ കൊടുക്കും. നിങ്ങൾക്കിതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ? എൻ്റെ ടീച്ചേഴ്സിന് കൊടുക്കാൻ വേണ്ടി കുറച്ച് സ്വീറ്റ്സ് മേടിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. കഥകളും രുചികളും ആസ്വദിച്ച് നടന്ന് സമയം പോയതറിഞ്ഞില്ല. ഉച്ച കഴിഞ്ഞു. കഴിഞ്ഞ 2 ദിവസം ഹൗറ ബ്രിഡ്ജിൻ്റെ അടിയിലൂടെ പോകാൻ ഞാൻ ശ്രമിച്ചു. ആദ്യത്തെ ദിവസം ബോട്ട് അവിടെ കൂടി പോയില്ല. 2ാമത്തെ ദിവസം ബോട്ടേ മിസ്സായി. ഇത് എൻ്റെ അവസാനത്തെ അറ്റംപ്റ്റാണ്. ഇതിൽ കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് നാളെ രാവിലെ എണീക്കുമ്പോൾ നല്ലൊരു ന്യൂസ് കേൾക്കണമെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ അല്ല, ചാനൽ. കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കും.